നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറിനെതിരെ IPS അസോസിയേഷൻ പ്രമേയം പാസാക്കുന്നത് അതിരൂക്ഷ വാക്കുകളുമായി. IPS ഉദ്യോഗസ്ഥരെ പി.വി. അൻവർ പൊതുവിൽ അപകീർത്തിപ്പെടുത്താനാണ് തീരുമാനിച്ചതെന്നാണ് പ്രമേയത്തിൽ പറയുന്നത്. ഇന്നലെ മലപ്പുറം SP-യെ പി.വി. അൻവർ പൊതുവേദിയിൽ അധിക്ഷേപിച്ചത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് അൻവറിനെതിരെ IPS അസോസിയേഷൻ പ്രമേയം പാസാക്കിയത്. മലപ്പുറം SP-യെ പല മാർഗത്തിൽ കൂടി സ്വാധീനിക്കാൻ ശ്രമിച്ചതായി അൻവർ പരസ്യമായി സമ്മതിക്കുകയായിരുന്നു. നിയമരാഹിത്യത്തിന്റെ ഭീതിതമായ സ്ഥിതിയാണ് MLA സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. പി.വി. അൻവർ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് പൊതുമധ്യത്തിൽ മാപ്പ് പറയണമെന്നാണ് IPS അസോസിയേഷന്റെ പ്രമേയത്തിലെ ആവശ്യം. നിയമവ്യവസ്ഥ ഉയർത്തിപ്പിടിക്കാൻ MLA തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട IPS അസോസിയേഷൻ കർശന ഇടപെടലും സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. MLA-ക്കെതിരെ മുഖ്യമന്ത്രിക്കും പരാതി നൽകും. എന്നാൽ ഈ പരാതിയിൽ നടപടികളൊന്നും ഉണ്ടാകില്ല. മലപ്പുറത്ത് നടന്ന പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ചായിരുന്നു മലപ്പുറം SP-യെ പി.വി. അൻവർ അധിക്ഷേപിച്ചത്. പരിപാടിക്ക് എത്താൻ വൈകിയതിൽ പ്രകോപിതനായാണ് ജില്ലാ പോലീസ് മേധാവിക്കെതിരെ പി.വി. അൻവർ രൂക്ഷ വിമർശനം നടത്തിയത്. എന്നാൽ പക്വതയോടെയാണ് SP പെരുമാറിയത്. IPS ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പി.വി. അൻവർ MLA രൂക്ഷ വിമർശനം നടത്തിയത്. പോലീസിൽ പുഴുക്കുത്തുകൾ ഉണ്ടെന്നും കഞ്ചാവ് മാഫിയയുടെ പോലും ആളുകളായി പോലീസ് പ്രവർത്തിക്കുകയാണെന്ന് അൻവർ ആരോപിച്ചു. MLA-യുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ പരിപാടിയിലെ മുഖ്യപ്രഭാഷകനായിരുന്ന SP ശശിധരൻ പ്രസംഗം ഒറ്റവരിയിൽ അവസാനിപ്പിച്ച് വേദി വിട്ടതും വലിയ ചർച്ചയായി. വേദിയിൽ ശശിധരൻ മറുപടി പറയുമെന്നും അത് ചർച്ചകളെ പുതിയ തലത്തിലെത്തിക്കാമെന്നുമായിരുന്നു MLA-യുടെ പ്രതീക്ഷ. എന്നാൽ അതിനൊന്നും SP നിന്നുകൊടുത്തില്ല. പോലീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ മലപ്പുറം SP-യെ വേദിയിലിരുത്തി പി.വി. അൻവർ MLA പരസ്യമായി അധിക്ഷേപിച്ച സംഭവം വിവാദമായതിന് പിന്നാലെ പ്രതികരണവുമായി SP-യും രംഗത്ത് വന്നിരുന്നു. MLA പരാമർശിച്ച കേസ് താൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആകുന്നതിന് മുൻപുള്ളതാണ്. അതെന്താണെന്ന് വിശദമായി അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. SP-S ശശിധരൻ പരിപാടിയിൽ വൈകിയെത്തിയതിൽ പ്രകോപിതനായാണ് MLA വിമർശനം നടത്തിയത്. തന്റെ പാർക്കിലെ റോപ്പ് മോഷണം പോയി 8 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനായില്ല. വിഷയം തെളിവ് സഹിതം നിയമസഭയിൽ അവതരിപ്പിക്കും, MLA പറഞ്ഞു. സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ കാരണമില്ലാതെ സ്ഥലം മാറ്റുന്നതും വിമർശനമായി MLA ഉന്നയിച്ചു. അതേസമയം പരിപാടിയുടെ മുഖ്യപ്രഭാഷകനായ മലപ്പുറം SP പ്രസംഗം ഒറ്റവരിയിലൊതുക്കി വേദി വിട്ടിറങ്ങുകയായിരുന്നു. 10:30 എത്താനാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. 10:25 തന്നെ വേദിയായ മലപ്പുറം MSP കമ്മ്യൂണിറ്റി ഹാളിലെത്തുകയും ചെയ്തു. എല്ലാ പരിപാടികൾക്കും 1 മിനിറ്റ് പോലും വൈകാതെ എത്തുന്ന ആളാണ് ഞാനെന്നും SP പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.